ഹായ് ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ ടൈം ടേബിളൊക്കെ വന്ന കാര്യം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പം ഇനി എന്താണ് നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാനുള്ള സമയമായി. ടൈം ടേബിളൊക്കെ വന്നല്ലോ. അപ്പോൾ ഇനിയും പഠിക്കാത്തവരെന്താണ് എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങുക. അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ 6ാം ക്ലാസ്സിൻ്റെ ക്രിസ്മസ് എക്സാമിൻ്റെ ടൈം ടേബിളാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 11-ാം തീയതി ബുധനാഴ്ചയാണ്. രാവിലെ എക്സാം വരുന്ന ദിവസങ്ങളും ഉണ്ട്, ഉച്ച കഴിഞ്ഞ് എക്സാം വരുന്ന ദിവസങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എക്സാം ഉച്ച കഴിഞ്ഞിട്ടാണ്. ഏതാണ് വിഷയം? ഏതൊക്കെയാണ്? മലയാളം, അറബിക്, സംസ്കൃതം, തമിഴ്, കന്നഡ, ഉറുദു ആ സബ്ജക്റ്റുകളുടെയൊക്കെ എക്സാം ആണ് വരിക. അപ്പോൾ നിങ്ങളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഏതാണോ അതിന് വേണ്ടിയിട്ട് അത് ഉച്ച കഴിഞ്ഞാണ് എക്സാം. സമയം എന്ന് പറയുന്നത് എപ്പോഴാണ്? 1:30 തൊട്ട് 3:45 വരെയാണ്. ദെൻ അതിൻ്റെ തൊട്ടടുത്ത ദിവസം 11-ാം തീയതി ബുധനാഴ്ച കഴിഞ്ഞ് 12-ാം തീയതി വ്യാഴാഴ്ച നമുക്ക് അടുത്ത എക്സാം വരുന്നുണ്ട്. സമയത്തിന് മാറ്റമൊന്നുമില്ല. ഉച്ച കഴിഞ്ഞാണ് 1:30 തൊട്ട് 3:45 വരെ നമ്മുടെ ഹിന്ദിയുടെ എക്സാം ആണ് നടക്കുക. ദെൻ പിന്നെ തൊട്ടടുത്ത ദിവസം വെള്ളിയാഴ്ച അന്നും എന്താണ് നമുക്ക് ഉച്ച കഴിഞ്ഞ് തന്നെയാണ് എക്സാം. മലയാളം സെക്കൻഡ് ആണ് എക്സാം വരുന്നത്. പക്ഷേ സമയത്തിൽ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ 2 മണിക്കാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുക. 4:15 വരെയാണ് നമ്മുടെ എക്സാം. ദെൻ പിന്നെ നമ്മൾ വെള്ളിയാഴ്ച കഴിഞ്ഞ് നമുക്ക് ശനിയും ഞായറും നമ്മൾ ഫ്രീ ആണ്. നമുക്ക് 2 ദിവസം ഇനി വരുന്ന എക്സാമിന് വേണ്ടിയിട്ടൊക്കെ പഠിക്കാനുള്ള സമയമുണ്ട്. ദെൻ വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ 16-ാം തീയതി തിങ്കളാഴ്ചയാണ് നമ്മുടെ അടുത്ത എക്സാം വരുന്നത്. തിങ്കളാഴ്ച നമുക്ക് എക്സാം രാവിലെയാണ്. നമ്മുടെ സോഷ്യൽ സയൻസ് ആണ്, സാമൂഹ്യ ശാസ്ത്രമാണ് എക്സാം വരുന്നത്. സമയം എപ്പോൾ തൊട്ടാണ്? 10 തൊട്ട് 12:15 വരെയാണ്. ഓക്കെ, അപ്പോൾ 2 ദിവസം നിങ്ങൾ സമയം ഉണ്ടെന്ന് വിചാരിച്ച് സോഷ്യൽ സയൻസ് തന്നെ പഠിച്ചിരിക്കരുത്. ആ 2 ദിവസത്തിൽ ബാക്കി ഏതൊക്കെ എക്സാം നടക്കാനുണ്ട്? നമുക്ക് മാത്സ് നടക്കാനുണ്ട്, ഇംഗ്ലീഷ് നടക്കാനുണ്ട്, ബേസിക് സയൻസ് നടക്കാനുണ്ട് അല്ലേ? അപ്പോൾ ബാക്കി എക്സാമിനും കൂടി എന്ത് ചെയ്യണം? സമയം കണ്ടെത്തി വേണം ആ ശനിയും ഞായറും നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ തിങ്കളാഴ്ച നമ്മുടെ 16-ാം തീയതി രാവിലെ 10 തൊട്ട് 12:15 വരെ സാമൂഹ്യ ശാസ്ത്രം സോഷ്യൽ സയൻസിന്റെ എക്സാം കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം 17-ാം തീയതി ചൊവ്വാഴ്ച നമുക്ക് മാത്സിന്റെ എക്സാം ആണ് വരിക. അതെപ്പോഴാണ് എക്സാം? നമുക്ക് രാവിലെ 10 മണി തൊട്ട് 12:15 വരെ, 12:15 വരെയാണ് എക്സാം വരുന്നത്. ദെൻ തൊട്ടടുത്ത ദിവസം 18-ാം തീയതി ബുധനാഴ്ച നമുക്ക് ഉച്ച കഴിഞ്ഞ് 1:30 തൊട്ട് 3:45 വരെ ഇംഗ്ലീഷിന്റെ എക്സാം വരുന്നുണ്ട്. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമുക്ക് അന്ന് 2 എക്സാം ഉണ്ട്. 19-ാം തീയതി വ്യാഴാഴ്ച രാവിലെ എക്സാം ഉണ്ട്, ഉച്ച കഴിഞ്ഞു എക്സാം ഉണ്ട്. രാവിലെ ഏതാണ്? നമ്മുടെ അടിസ്ഥാന ശാസ്ത്രമാണ്, ബേസിക് സയൻസ് ആണ് എക്സാം വരുന്നത്. സമയം രാവിലത്തെ സമയം തന്നെ 10 തൊട്ട് 12:15 വരെ. ദെൻ ഉച്ച കഴിഞ്ഞ് 1:30 തൊട്ട് 3:45 വരെ എന്താണ്? കലാ, പ്രവൃത്തി, ആരോഗ്യ, കായിക വിദ്യാഭ്യാസത്തിന്റെ എക്സാം നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്? ടൈം ടേബിൾ ഒക്കെ വന്നു. ഇനി എന്ത് ചെയ്യണം? നിങ്ങൾ നന്നായിട്ട് പഠിക്കണം അല്ലേ? നമുക്ക് ഓൺ എക്സാമിന് മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്താണ്? ക്രിസ്മസ് എക്സാമിന് നമ്മളത് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോഴേ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ടാവും. ലൈവ് ഒക്കെ കാണുക, നന്നായിട്ട് പഠിക്കുക. ക്രിസ്മസ് എക്സാമിന് എല്ലാവരും നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.